ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇവിടെ ഞങ്ങൾ വേടനെതിരാന്നോ അല്ലെങ്കിൽ ഞങ്ങളെ ആർക്കെങ്കിലും എതിരാന്ന് ഞങ്ങൾ എവിടെ പറഞ്ഞിട്ടില്ല. സോ എല്ലാ സംഗീതം എല്ലാ ഡിഫറെന്റ് മ്യൂസിക്കിനെയും ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട്. നന്ദഗോവിന്ദം ഭജൻസ് വേഴ്സസ് വേടൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രോങ് നെറേറ്റീവ് ഉണ്ട്, ശ്രദ്ധിച്ചിരുന്നോ? അത് ശ്രദ്ധിക്കാം. നമ്മളും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നല്ലേ കാണാറുണ്ട്. വേടന്റെ പാട്ടുകൾ ശ്രദ്ധിക്കാറുണ്ടോ? എങ്ങനെ ആസ് എ സിംഗർ എങ്ങനെയാണ്? നല്ല പാട്ടുകളല്ലേ. മീൻസ് ഞാൻ പൊളിറ്റിക്കൽ ഒരു കാര്യം പറയുന്നില്ല. ആസ് എ റാപ്പർ ഈസ് എ ഗുഡ് സിംഗർ. ഇപ്പൊ നാളെ അദ്ദേഹം വന്ന് ഞങ്ങൾ ഷേക്ക് ഹാൻഡ് കൊടുക്കും. കൂടെ പാടിപ്പിക്കാനായിട്ട് അറിയില്ലല്ലോ. ഡെഫിനറ്റ്ലി അത് ഡിഫറെന്റ് സ്ട്രീം ഓഫ് മ്യൂസിക് അല്ലേ. ഇപ്പൊ നമുക്ക് എല്ലാ പാട്ടുകളും ജെല്ലാവില്ലല്ലോ. അപ്പം ദാറ്റ്സ് എ ഡിഫറെന്റ് സ്ട്രീം ഓഫ് മ്യൂസിക്. പുള്ളിയുടെ പാട്ടുകൾ ഇപ്പൊ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്. ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ട്. ഭക്തി ഇപ്പൊ ബ്രോദാവി ഈസ് എ ഗുഡ് സിംഗർ. അദ്ദേഹത്തിനോട് കൊളാബറേറ്റ് കഴിഞ്ഞാൽ വി നൈസ്. അതുപോലെ പുള്ളി ഡിഫറൻസ് പൊളിറ്റിക്കൽ അല്ല എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു രണ്ടുപേരും പോകത്തില്ലായിരിക്കും. രണ്ട് മ്യൂസിക് രണ്ട് രീതിയിൽ ഇരിക്കട്ടെ. എല്ലാത്തിനും എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഐ തിങ്ക് വി ഡോണ്ട് നീഡ് ടു മിക്സ്, റൈറ്റ്? അത് അതിന്റെ ആവശ്യമില്ല. എല്ലാം ഒരുപോലെ ആയാലും അങ്ങനെയല്ലേ. അതെ. ഇപ്പൊ നമുക്ക് സാമ്പാറിനകത്ത് പായസം ഒഴിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. മീൻ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് നെറേറ്റീവ്സ് അതിന്റെ മുകളിൽ. അതിപ്പോ കുറച്ചു മുന്നേ പറഞ്ഞ സെപ്പറേറ്റ് ചെയ്ത് ഒരു പൊളിറ്റിക്കൽ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഇതാകും. അപ്പൊ അതിനകത്ത് ഞങ്ങൾ ഈ ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക് ഞങ്ങൾ പാടുന്ന ഒരു മ്യൂസിക്കാന്ന് വെച്ചിട്ട് ബാക്കിയുള്ള മ്യൂസിക് ഒന്നും മോശമാണെന്ന് ഞങ്ങൾ എവിടെയും പറയാറുമില്ല. അത് ഞങ്ങൾ കേൾക്കാതിരിക്കത്തുമില്ല. ലൈക്ക് ഓൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കൊളാബറേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ കുറേ സിംഗേഴ്സ് ആയിട്ട് നിങ്ങൾ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ഐഡിയ എങ്ങനെയാണ് വന്നത്? ശരത് സാറായിട്ടാണ് അത് ഈ ഭജൻ കണക്ട് എന്നുള്ള ഐഡിയ വന്നപ്പോഴാണ്. അപ്പം ഞങ്ങൾ വി തോട്ട് ഓഫ് കണക്ടിങ് വിത്ത് ഡിഫറെൻറ്റ് പീപ്പിൾ. ആ ഒരു കണക്റ്റിന് ഒത്തിരി എലാബറേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആൾക്കാരുടെ കൂടെ കണക്ട് ചെയ്യുന്നു, ഇപ്പോൾ ഡിഫറെൻറ്റ് മ്യൂസീഷ്യൻസിൻ്റെ കൂടെ കണക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള ആൾക്കാരെല്ലാം നമുക്ക് ഭജൻ കണക്റ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പം ആ ഭജൻ കണക്ട് ഞങ്ങളുടെ ഒരു ബേബിയാണ്. ഞങ്ങളപ്പോൾ അത് ഞങ്ങൾ സ്പെഷ്യലായിട്ട് കാണുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് കൊടുക്കണം എന്നുണ്ട്. ഇപ്പം കൊല്ലത്ത് ഞങ്ങൾ ചെന്നപ്പോഴാണ് ശരത് സാറിനെ കൊണ്ടുവന്നത്. അപ്പോൾ ശരത് സാർ ഈസ് ഫ്രം കൊല്ലത്ത് നിന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പം പെട്ടെന്ന് തന്നെ ആൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഞങ്ങളെ പാട്ടുകൾ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വന്നു. ഇപ്പം രാജേഷ് ചേർത്തല ആലപ്പുഴയിൽ വന്നു. അദ്ദേഹം ചേർത്തലയാണ് സ്വദേശം, ആലപ്പുഴക്കാരനാണ്. അപ്പം രാജേഷ് ചേർത്തല വന്നു. അനുമൻ അരവിന്ദിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കോഴിക്കോട് കൈതപ്പുറം തിരുമേനി വന്നു. നമ്മുടെ ബേബി ഹാപ്പി ആയിക്കൊണ്ടിരിക്കണം. ഓരോരുത്തർ ഇങ്ങനെ വരുമ്പോൾ ഭജൻ കണക്ട് കുറച്ചും കൂടെ ഭയങ്കര സെലിബ്രേഷൻ ആയിക്കൊണ്ടിരിക്കുക. ശരത് സാറാണ്. ശരത് സാറ് ഞങ്ങൾ ഇപ്പോൾ വരുന്ന വഴി ഞങ്ങളിപ്പം ജസ്റ്റ് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പാട്ടിൻ്റെ കാര്യത്തിനെ കുറിച്ച്. അപ്പം ഞങ്ങൾ ഉടനെ ഉണ്ടാവട്ടെ എന്നാണ്. ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അപ്പം നമ്മൾ എപ്പോഴും ടൈം അറിയില്ല. അപ്പം ഞങ്ങളുടെ എന്ത് കൈൻഡ് ഓഫ് സ്റ്റൈൽ ഓഫ് മ്യൂസിക്കാണ് വേണ്ടെന്നുള്ളൊരു കാര്യമൊക്കെ ഞങ്ങളുടെ ഒരു ആഗ്രഹം സാറിനെ അറിയിച്ചിട്ടുണ്ട്. സാറ് ഉറപ്പായും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പോപ്പുലാരിറ്റി ഇടയ്ക്ക് മിസ്യൂസ് ചെയ്യപ്പെട്ട പോലെ ചിലർക്കെങ്കിലും തോന്നിയൊരു എപ്പിസോഡ് ഉണ്ടായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം MLA ആ കേസിൽ പെട്ട് കിടക്കുമ്പോൾ, വളരെ വളരെ മോശം അവസ്ഥയിൽ നിൽക്കുമ്പോൾ പുള്ളി നിങ്ങളുടെ ഒരു പോപ്പുലാരിറ്റി ഉപയോഗിച്ച് ഒരു റീ എൻട്രിക്ക് വേണ്ടി ഒരു ശ്രമം നടത്തിയ പോലെ ഒരു തോന്നലുണ്ടായിരുന്നു. പുള്ളിക്ക് എന്തായിരുന്നു അതിൽ? ഒന്നുമില്ല, അദ്ദേഹം പാലക്കാടാണല്ലോ. അദ്ദേഹത്തിന് പാലക്കാടുള്ള, അപ്പോൾ അദ്ദേഹം പാലക്കാട് പ്രോഗ്രാം ഉള്ളപ്പോൾ നമുക്ക് കഴിഞ്ഞ എല്ലാ പ്രോഗ്രാമിനും അവിടെയുള്ള MLA MP ആരെങ്കിലുമൊക്കെ വരാറുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, പാലക്കാട് ഉണ്ടായിരുന്നു. അപ്പം ആ പ്രോഗ്രാമിന്, നമ്മളുടെ പ്രോഗ്രാമിന് അന്ന് അദ്ദേഹം നേരെ പ്രോഗ്രാമിന് കയറി നമ്മളെ പ്രോഗ്രാം അതേ ഇഷ്ടം അല്ലല്ല, അന്ന് ഇൻവൈറ്റ് ചെയ്ത് വന്നതല്ല. പക്ഷെ അദ്ദേഹം വന്നു. ആ സമയത്ത് നമ്മൾ പ്രോഗ്രാമിന് വന്നു, കണ്ടു, അറ്റൻഡ് ചെയ്തു, അദ്ദേഹം പോയി. അപ്പോൾ ആ ഒരു സമയത്താണ് അതെല്ലാം ഒരേ ടൈമിലായിരുന്നു അദ്ദേഹം ഒരു ഓക്കെ. ഞങ്ങൾക്ക് തോന്നില്ല അകത്ത്. അതെ, പുള്ളി അല്ല, നമുക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. വന്ന് പറയുകയും ചെയ്തു, സ്റ്റേജ് വെച്ചു. ഞങ്ങള് എനിക്ക് മെയിൻ റീസൺ അദ്ദേഹം പുള്ളി വരാനുള്ള റീസൺ ഞങ്ങൾ പറഞ്ഞത്, ആ ഒരു ടൈമിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഹി വാസ് ഗോയിങ് ത്രൂ എ ഡിപ്രഷൻ, ഒരു മെൻ്റൽ പ്രശ്നത്തിലായിരുന്നു. ആ സമയത്ത് നമ്മളുടെ പാട്ടുകൾ ഇറ്റ് വാസ് ഗിവിങ് റിലീഫ് ഫോർ ഹിം. അപ്പോൾ അതുകൊണ്ട് ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് നമ്മളുടെ ഭജൻ കണക്ട് പാലക്കാട് ഉണ്ടായിരുന്നപ്പോൾ തന്നെ അവിടെ വന്നത്. ലൈവ് ആദ്യമായിട്ടാണ് വരുന്നത്. അതെ. ഈ ഒരു കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ ഡിപ്രഷൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണ്. അതായത് നിങ്ങൾക്ക് തന്നെ കിട്ടുന്ന ഫീഡ്ബാക്കിൽ പറയുന്നുണ്ടാവും, ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു, അപ്പോഴാണ് നിങ്ങളുടെ ഭജൻസ് കേട്ടത്. പേഴ്സണലി എനിക്കറിയാം, ഗർഭിണികളായ സ്ത്രീകൾക്ക് പോലും നിങ്ങളുടെ പാട്ടുകൾ കേൾക്കുന്ന വളരെയധികം സാറ്റിസ്ഫൈയിങ് ആയിട്ടൊരു ഫീലിംഗ് ഉണ്ടാവാറുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത്തരത്തിൽ
യുണീക്കായ ഇൻസിഡൻസ് വന്ന ആൾക്കാർ പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ? അങ്ങനത്തെ എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് പറ്റും? അങ്ങനെയുള്ള കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഏതെങ്കിലും ഷെയർ ചെയ്യാനായിട്ടുണ്ടോ റീസെൻ്റ് ആയിട്ട്? ഞങ്ങളിപ്പോൾ റീസെൻ്റ്ലി ഒരു കുട്ടിയെ വീട്ടിൽ കണ്ടത് തന്നെ ഒരു വീഡിയോ നിങ്ങളുടെ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും വീഡിയോ ചെയ്യണമെന്ന് ഞങ്ങൾ ഓർത്തതേ ഇല്ല. അപ്പോൾ ഒരു കുട്ടിയുടെ ഞങ്ങളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഞങ്ങൾ മിക്കവരും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ ഫേസാണ് നമ്മളെപ്പോഴും കാണുന്നത്. അപ്പോൾ ലക്ഷ്മി എന്നാണ് പേര്. അപ്പോൾ ഇങ്ങനെ പിന്നെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയും എനിക്കിങ്ങനെ സെറിബ്രൽ പ്ലാസി ഉള്ള ഒരു കുട്ടിയാണ്, അങ്ങനെ ബെഡ് റിട്ടൺ ആണ്, ബട്ട് വെരി ആക്റ്റീവാണ്. ഭയങ്കര ശരിക്കും ഞങ്ങൾ ആ കുട്ടീനെ കണ്ടപ്പോൾ ഞങ്ങൾ ഇൻസ്പയർഡായി. കാര്യം ഭയങ്കര പോസിറ്റീവ് എനർജിയുടെ ഒരു ഭയങ്കര ലെവലാണ് കുട്ടി. ഞങ്ങൾ ചാവക്കാട് പ്രോഗ്രാം ഉണ്ടായി. അപ്പോൾ രാവിലെ കുറച്ചൊരു സ്പേസ് കിട്ടി. അപ്പോൾ ഇവർ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് പോയി. ഞങ്ങൾ കുറച്ച് പേര് ഒരു 7-8 പേര് ഫ്രീ ആയിരുന്നപ്പോൾ ഞങ്ങൾ ആ കുട്ടീനെ കാണാൻ വീട്ടിൽ പോയി. അവർക്ക് കിട്ടിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു എൻജോയ്. ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങളവിടെ പോയിരുന്നു, പാട്ട് പാടി. ആ അമ്മയും മോളും മാത്രമേ ഉള്ളൂ അവിടെ. ആ കുട്ടി എപ്പോഴും പോസിറ്റീവ് ആയി മോള് പറയുന്നത് വെച്ചാൽ നമ്മൾ പാട്ടുകൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും ആ കുട്ടിയുടെ ചേട്ടന്മാരാണെന്നുള്ള രീതിയിൽ ആണ് അതിന് ഫീൽ ചെയ്യുന്നത്. ഏട്ടാന്ന് പറഞ്ഞാൽ വിളിക്കുള്ളൂ, ഏട്ടന്മാർ വീട്ടിലെത്തി. എല്ലാവരും അത് എല്ലാവരും ആ ഒരു കണക്ഷൻ ഉണ്ട്. എല്ലാവരും സ്വന്തം ചേട്ടന്മാരെന്നുള്ളൊരു ആ ഒരു ഫീൽ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒത്തിരി ഞാൻ പറയുന്നത് ഇപ്പോൾ ഡെയിലി എനിക്കൊരു 10 പേരെങ്കിലും അങ്ങനെ എനിക്ക് കാണാം. കാര്യം അത്രയും മെസ്സേജ് വരുന്നുണ്ട്. എല്ലാം എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് എനിക്ക് കാണാവുന്ന മെസ്സേജ് അറ്റ്ലീസ്റ്റ് ഒരു 10 എങ്കിലും ഡെയിലി ഇങ്ങനെ എന്തെങ്കിലും ഒരു ടഫ് ടൈമിൽ ആൾക്കാർ കടന്നു പോകുന്ന ആൾക്കാർക്ക് ഒരു സമാധാനമായിട്ട് നമ്മളുടെ പാട്ടുകൾ മാറുന്നുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് നേരിട്ടും ഒക്കെ വന്നിട്ട് ഞങ്ങളിത് ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഫിലിം സോങ്സിൻ്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ സ്ഥിരമായി കാണുന്നൊരു സംഭവമാണ്. ഫിലിം സോങ്സിന് എന്തെങ്കിലും പുതിയൊരു എക്സ്പെരിമെൻറ്റ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ മുൻകാലങ്ങളിൽ അതിൽ വെറ്ററൻസ് ആയിട്ട് നിന്നിരുന്ന ആളുകൾ പറയും ഇതൊക്കെയാണോ പാട്ട്, ഇങ്ങനെയാണോ പാട്ട്, അങ്ങനത്തെ രീതിയിലുള്ള ക്രിയാത്മകമായ വിമർശനങ്ങൾ ഫിലിം സോങ്സിൻ്റെ കാര്യത്തിൽ ഉണ്ടാവാറുണ്ട്. ഭജൻസിൻ്റെ കോണ്ടെക്സ്റ്റിലെ എക്സ്പേർട്സ് ആയിട്ടുള്ള വെറ്ററൻസ് ആയിട്ടുള്ള ആൾക്കാരാരെങ്കിലും നിങ്ങളുടെ ഈ എക്സ്പെരിമെൻറ്റിനെ വിമർശനാത്മകമായി നോക്കിക്കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ സാഹചര്യങ്ങൾ? യെസ്, ഉണ്ട്, കണ്ടിട്ടുണ്ട്. ഞാനങ്ങനെ ഞങ്ങൾ റീസെൻ്റായിട്ടും പല ആൾക്കാരൊക്കെ ഷെയർ ചെയ്തത് എനിക്ക് പല ആൾക്കാർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അങ്ങനെയുള്ള. പക്ഷെ അതിനൊക്കെ ഞങ്ങൾ എൻ്റെ ഫീഡ്ബാക്ക് ഞാൻ പറയാം, ബാക്കിയുള്ളവരുടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അല്ല, നമ്മുടെ ഫീഡ്ബാക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മളിപ്പം ഒരു ആർട്ട് നമ്മളിപ്പം പ്രധാനപ്പെട്ട രീതി സമ്പ്രദായ ഭജന, ഡെഫിനറ്റ്ലി ത്രിമൂർത്തികളുണ്ട്, സദ്ഗുരു സ്വാമികളും എല്ലാവരും ക്രിയേറ്റ് ചെയ്തൊരു ഫോമുണ്ട്. പക്ഷേ ഇതെല്ലാവരും തിങ്ക് ചെയ്യേണ്ട കാര്യം ഇതെല്ലാവരും മനുഷ്യന്മാർ തന്നെ ഉണ്ടാക്കിയതാണ്. അല്ലാതെ ദൈവം ഡയറക്റ്റ് വന്നിട്ട് ഇത് ഉണ്ടാക്കിയൊരു ചിട്ടകളൊന്നും അല്ല ആരും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ചിട്ടകൾ എന്നുള്ള സാധനം നമ്മൾ എല്ലാ കാലഘട്ടത്തിലും ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിട്ടയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒന്നും പെർഫെക്ഷനുള്ള കാര്യങ്ങളല്ല. അപ്പം ഒരു കാലം മാറുന്നതനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ചേഞ്ചസ് ഉണ്ടാവും. അപ്പം ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ആ സമയത്ത് പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ AI വന്നുകൊണ്ടിരിക്കുക, നമ്മൾ AI യൂസ് ചെയ്യല് എന്ന് പറയുന്ന രീതിയിലുള്ള ക്രിറ്റിസിസമാണ് ഇതെന്ന രീതിയിൽ ഞങ്ങളിതെല്ലാം തിങ്ക് ചെയ്യുന്നുള്ളൂ. മനുഷ്യന് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് ഫോമിലാണെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി 90% അല്ലെങ്കിൽ 80% ആൾക്കാർക്ക് ആസ്വദിക്കാൻ പറ്റും. ബാക്കി 20% ആൾക്കാർക്ക് ഇഷ്ടമില്ലായിരിക്കാം. അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിന് അവർക്ക് ഇഷ്ടമില്ലാത്ത ഫോം ഓഫ് മ്യൂസിക്കാണ് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ സമ്മതിക്കുന്നു, ദാറ്റ്സ് ഫൈൻ. പക്ഷേ ഞങ്ങൾ ബാക്കിയുള്ള 80% അല്ലെങ്കിൽ 90% ആൾക്കാർക്ക് വേണ്ടി പാടിക്കോളാം. അപ്പം അത് ഞങ്ങൾ ചിലപ്പോൾ അവരുടെ അത്രയും കർണാട്ടിക് വിദഗ്ധരല്ലായിരിക്കാം, അക്സെപ്റ്റ് ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും ബെസ്റ്റ് മ്യൂസീഷ്യൻസ് ആണെന്നൊന്നും ഞങ്ങൾ എവിടെയും ഞങ്ങൾ പോയി ക്ലെയിം ചെയ്യുന്നില്ല. ഞങ്ങളാണ് വി ആർ ദ ബെസ്റ്റ് എന്ന് പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾസില്ലേ, ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഞങ്ങളെ കൊണ്ട് സമാധാനം കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ ഹാപ്പിയാണ്. സോ വി ആർ ആക്ച്വലി സിംഗിങ് ഫോർ ദം. നമുക്കപ്പോൾ അതിൻ്റെ അകത്ത് ബാക്കിയുള്ളവർ പറയുന്നവർ ലക്ഷ്യം ഒന്നാണ്. അതെ. അപ്പോൾ അത് മ്യൂസിക്കലി കുറച്ചുകൂടി നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള ഒരു എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടോ? ഓഫ് കോഴ്സ് ഇപ്പം നമുക്ക് സമയമില്ലാത്തതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ഓരോ ആൾക്കാരും ഞങ്ങൾ ഇതിൻ്റെ അകത്ത് റിസൈൻ ചെയ്യുക അല്ലെങ്കിൽ ലോങ് ലീവ്സ് ഒക്കെ എടുക്കുന്നത് ഞങ്ങൾ പ്രാക്ടീസ് കൂടുതൽ ചെയ്യണം. ഞങ്ങൾ ട്രെയിനിങ്സ്, ഞങ്ങളുടെ തന്നെ വോക്കൽ ട്രെയിനിങ്ങും വോക്കോളജിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെക്നിക്സ് കുറച്ചുകൂടെ കൂടുതൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം എല്ലാം ഞങ്ങൾക്ക് ഫ്രണ്ടിലേക്കുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ പ്രോഗ്രാംസ് എണ്ണം കുറയ്ക്കാൻ പോവാണ്. എണ്ണം കുറയ്ക്കുന്നത് ഞങ്ങൾക്ക് പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ഞങ്ങൾ പുതിയ പാട്ടുകളുടെ പുതിയ പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് പ്ലാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും കൂടുതൽ കണ്ടൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഞങ്ങളിനി അത് ചെയ്യുന്നത്. കാര്യം എല്ലാ കാലവും നമ്മൾ പ്രോഗ്രാംസ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന സസ്റ്റൈനബിൾ അല്ലല്ലോ അത്. അപ്പം ഞാൻ ഇന്നലെ നിങ്ങളുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റ്സ് ജസ്റ്റ് ഇങ്ങനെ നോക്കിയായിരുന്നു. അപ്പോൾ അതിലൊരു കമൻറ്റ് ഇതായിരുന്നു, സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു പോയവർ എന്നുള്ളൊരു രീതിയിലൊരു കമൻറ്റ് കണ്ടു. അതായത് മ്യൂസിക്കലി ക്വാളിഫൈഡ് അല്ല, പക്ഷേ സോഷ്യൽ മീഡിയ രക്ഷിച്ച്. അപ്പോൾ അതിൽ നിന്ന്
ഐ മീൻ ആ ഒരു ക്രിറ്റിസിസത്തെ കൂടി ഓവർകം ചെയ്യാന്നുള്ളൊരു പോസിബിലിറ്റി നിങ്ങളുടെ മുന്നിലുണ്ട്. അല്ല, ഈ സോഷ്യൽ മീഡിയ എല്ലാവർക്കും ഈക്വലി അവൈലബിൾ അല്ലേ? ഈ പറയുന്ന ആൾക്കാർക്കും പാടിയിട്ട് പെർഫോം ചെയ്ത് അത് ഞാൻ ഒരിക്കലും ഞാനത് അക്സെപ്റ്റ് ചെയ്തില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മ്യൂസിക് ഈസ് നോട്ട് ജസ്റ്റ് ഓൺലി അബൌട്ട് നമ്മുടെ കഴിവ് മാത്രമല്ല, പക്ഷേ ഒരു ടീമായിട്ട് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. നമുക്കിപ്പോൾ ഞങ്ങളൊരു 10 പേര് ഒരുമിച്ചിരുന്ന് പാടി അതിനെ സിങ്ക് ചെയ്ത് അതിനെ ഒരു ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഇമ്പമുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുക എന്നുള്ളത് ചിലപ്പോൾ കർണാടകയിൽ ഇത് ബെസ്റ്റ് ആയിരിക്കാം. പക്ഷേ ആ 10 കർണാടക വിദഗ്ധന്മാർ ഒരുമിച്ചിരുന്ന് നമുക്കിത് പാടിപ്പിച്ച് നോക്കാം, എത്ര സിങ്ക് ഉണ്ടായിരിക്കും എന്നുള്ളത്. എവറി ആർട്ട് അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അതിൻ്റേതായിട്ടുള്ള നമുക്കൊരു ന്യൂവാൻസസ് ഉണ്ട്. നമുക്ക് അതിൻ്റെ ആ ഒരു ചെറിയ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. ഞങ്ങൾ ഈ ഭജനയിലും ഞങ്ങൾ ഒരുമിച്ച് പാടുമ്പോൾ ഓരോരുത്തരുടെ ടോണൽ ക്വാളിറ്റി, ഒരാളെ എങ്ങനെ യൂസ് ചെയ്യണം, ഒരാളുടെ പാട്ട് എങ്ങനെയായിരിക്കും, അതിൻ്റേതായിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്. ഇപ്പോൾ കർണാട്ടിക്കിൽ നമ്മളൊരു രാഗം അല്ലെന്നുണ്ടെങ്കിൽ രാഗം വിസ്തരിക്കുന്ന പോലെ തന്നെ ഇതിൻ്റേതായിട്ടുള്ള ടെക്നിക്സ് ഇവിടെ വരുമ്പോൾ മാത്രമേ അറിയുള്ളൂ. സോ വി നീഡ് ടു ലേൺ എവറിത്തിങ്. ഇപ്പം നമുക്കിപ്പം ഈ പറയുന്ന ആൾക്കാർക്ക് നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ ആൾക്കാർക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള എഫേർട്ട് എന്താണെന്നുള്ള കാര്യം അവർ ഈ സൈഡിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട് പുതിയ ഫോം ചെയ്യുന്ന ആൾക്കാർ കർണാടക വിദഗ്ധരിരുന്ന് പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. അപ്പം അത് അവരുടെ ഫോമിന് അവർ ബെസ്റ്റ് ആയിരിക്കും, പക്ഷേ എല്ലാ ഫോമിലും അവർ ബെസ്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നില്ല. ഞങ്ങൾ കർണാടകയിൽ ഇത് ബെസ്റ്റ് അല്ല എന്ന് ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ. അത്രേ ഉള്ളൂ എൻ്റെ കാര്യം.